വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ വിഷു ദിനത്തിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ തലേന്ന് രാത്രിയിൽ തന്നെ ഒരു 12 മണിയായി ശരിക്കും പറഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് കിടന്നു. എന്നിട്ട് നമ്മൾ വെളുപ്പിനാണല്ലോ വിളക്ക് കത്തിച്ചിട്ട് വിഷുക്കണി കാണുന്നത്. അപ്പോൾ അതൊക്കെ അമ്മ ചെയ്തോളും. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ണിക്കണ്ണന്മാരുള്ളത് കൊണ്ട് നമുക്ക് ഒട്ടും താഴെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ കണിയൊക്കെ കണ്ടു. നമ്മുടെ കൃഷ്ണൻ അമ്പലത്തിലേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. രാവിലെ പോയി കൃഷ്ണൻ്റെ അവിടെ പോയി തൊഴുന്നു. അപ്പോൾ അവിടുന്ന് കൈനീട്ടമൊക്കെ കിട്ടി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റി കേട്ടോ. അപ്പം അങ്ങനെ കയറി തൊഴുതു. ഒരുപാട് നല്ല ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് അമ്പലത്തിലോട്ട് പോയത്. പക്ഷേ കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി. എനിവേ എല്ലാം കണ്ടു. നല്ല തിരക്കായിരുന്നു. റോഡും നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം സദ്യവട്ടത്തിന് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഡയറക്റ്റ് അടുക്കളയിൽ കയറി. ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഏത്തക്ക പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പഴുത്ത ഏത്തയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത ഏത്തയ്ക്കയും ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വേവിക്കുക. എന്നിട്ട് നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന സെയിം അരപ്പന തേങ്ങയിലേക്ക് ജീരകവും മഞ്ഞൾപ്പൊടിയും കടുകും കൂടി ചേർത്ത് അരച്ചിട്ട് തണുത്തതിന് ശേഷം തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചടി റെഡി ആകും കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുന്നത്. ക്യാരറ്റും നമ്മുടെ വെള്ളരിക്കയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഋഷിക്കുട്ടൻ ഓൺ ടൈമിൽ തന്നെ ചോറൊക്കെ കഴിച്ചു കേട്ടോ. കുറച്ച് നിർബന്ധമൊക്കെ ആയിരുന്നെങ്കിലും കഴിച്ചു. പിന്നെ ഞാൻ ഋഷിക്കുട്ടന് ചോറ് എടുത്തതിന് ശേഷം ചോറ് കഴിക്കാനിരുന്നു. ഒരു മിനി സദ്യ ആയിരുന്നു കേട്ടോ. ഒരുപാട് വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓരോ കറികളായിട്ടാണ് കഴിച്ചു നോക്കി. കാരണം ആദ്യം കുറച്ച് പപ്പടവും ചോറും കൂടി കഴിച്ചു. പിന്നെ കുറച്ച് പരിപ്പും ചോറും കൂടി കഴിച്ചു. പിന്നെ കുറച്ച് തീയൽ നമ്മൾ വറുത്തരച്ച് തീയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തീയലും പിന്നെ കുറച്ച് മോരും അങ്ങനെ ഓരോന്നോരോന്ന് മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് പാലട പ്രഥമനായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് പാലട പ്രഥമൻ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാൻ ടേസ്റ്റ് ചെയ്തു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കറികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ഏത്തയ്ക്ക പച്ചടി എക്സ്പെഷ്യലി സൂപ്പറായിരുന്നു കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഏത്തയ്ക്ക പച്ചടി. അപ്പോൾ നിങ്ങളുടെ വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി വിഷു. അപ്പോൾ പാലട പ്രഥമനിലേക്ക് കുറച്ച് പപ്പടവും പഴവും കൂടി ചേർത്ത് കഴിച്ചപ്പോൾ ഗൈസ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് കഴിക്കും തോറും ടേസ്റ്റ് കൂടി കൂടി തോന്നും. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ് ഗൈസ്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വിഷുദിനം ഇന്ന് ആഘോഷിക്കുകയാണ്. അപ്പോൾ വീണ്ടും എൻ്റെ പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും നല്ല രീതിയിൽ വിഷു കൊണ്ടാടണം. അപ്പോൾ നല്ലൊരു നാളേക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. സ്റ്റേ ട്യൂൺ. ബൈ.